കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഇന്നിപ്പോൾ വെർച്വൽ ക്യൂവിൻ്റെ രണ്ടാമത്തെ സെക്ഷനായി. അതായത് ഒരു ആഗസ്റ്റ് 4 തുടങ്ങി, അത് കഴിഞ്ഞ് ചൊവ്വയും വ്യാഴവും കഴിഞ്ഞു. ഇന്നത്തെ ചൊവ്വ, ഇനി അടുത്ത വ്യാഴം, അങ്ങനെയുള്ള ദിവസങ്ങളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് തൊഴാനായിട്ട് പോവാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം വയ്ക്കുക. മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് നേരെ നമ്മൾ വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് തൊഴുത് അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ വന്ന് ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരിക. അകത്തേക്ക് വരുമ്പോൾ ആ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവിയൊക്കെ കണ്ട് തൊഴാം. അതിനുശേഷം ആ വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ പീഠവും കിടാവിളക്കൊക്കെ കണ്ട് തൊഴുത് നേരെ നമ്മൾ വലതുവശത്തെ ആദ്യത്തെ തൂണും തൊഴുത് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നിറയെ പ്രകാശത്തിൻ്റെ ഇങ്ങനെ തിളങ്ങുന്നുണ്ട് കേട്ടോ. ഇന്ന് നോക്കുമ്പോൾ കാലല്ല കാണുന്നത്, ഇന്ന് മത്സ്യാവതാരമാണ്. അപ്പോൾ ആ മത്സ്യാവതാരം എന്ന് പറഞ്ഞാൽ ദശാവതാരത്തിലെ ആദ്യ അവതാരമായ മത്സ്യാവതാരം. അപ്പോൾ മത്സ്യത്തിൻ്റെ ആ വാലും ശൽക്കങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നു. അതൊക്കെ ഇങ്ങനെ പട്ടൊക്കെ വെച്ച് ഇങ്ങനെ നന്നായിട്ട് തിളങ്ങുന്നുണ്ട്, നല്ല രസമായിട്ടുണ്ട്. അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ അരയിൽ അരമണി കിങ്ങിണിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. അരയ്ക്ക് മേലേക്ക് ശംഖ് ചക്ര ഗദാപത്മത്തോടു കൂടി 4 തൃക്കൈകളോടും കൂടിയിട്ട് അങ്ങനെ ആ മഹാപ്രഭുവായിട്ടാണ്, നാരായണനായിട്ടാണ് ആ ശ്രീലകത്തുള്ളത്. അപ്പോൾ വളരെ മനോഹരം. അങ്ങനെ മാറത്തേക്ക് നോക്കിയാൽ ഒരു മാങ്ങാമാല ഉണ്ട്, ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല, അതേപോലെ കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, ശംഖും ചക്രവും സ്വർണത്തിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഗദ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. പത്മം ഒരു താമരപ്പൂവ് കൈ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല രസമായിട്ടുള്ള രൂപത്തിലാട്ടോ. മുകളിൽ തിരുനെറ്റിയിലൊരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. അതേപോലെ പൊന്നിൻ്റെ കിരീടം ചാർത്തിയിട്ടുണ്ട്. കാതിൽ ചെവിപ്പൂക്കളുണ്ട്. അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ തിരുമുടിമാലകൾ 2 ഉണ്ട്. അതെന്താ വെച്ചാൽ തെച്ചിയും തുളസിയും കൂടി ഒന്നും, വെളുത്ത പൂവും തുളസിയും കൂടി ഒന്നും, അങ്ങനെയുള്ള ആ ഒരു കാഴ്ച. അതേപോലെ തന്നെ ഉണ്ടമാലകളും 2 അതും വെളുത്ത പൂവും തെച്ചിയും കൂടി ഉള്ള ഒന്ന്, പിന്നെ തെച്ചിയും തുളസിയും കൂടി, തുളസി കുറച്ച് ഉള്ളത്. അങ്ങനെ പിന്നെ മുകളിൽ വിധാനമായിട്ട് 4-5 ഉണ്ടമാലകൾ വേറെയുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച. അപ്പോൾ നമ്മളിപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിന്ന് കാണുകയാണ് കേട്ടോ. എല്ലാവരുടെയും മനസ്സ് ഇപ്പോൾ ആ സോപാനപ്പടിയിലാണ്. സോപാനപ്പടിയിൽ നിന്നിട്ട് ഭഗവാനെ കാണുകയാണ് ശ്രീകോവിലേക്ക് നോക്കിയിട്ട് എന്നങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുക. അപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. മത്സ്യാവതാരമൂർത്തിയുടെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിച്ച് തരും. അതിനുശേഷം തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞാൽ അഗ്നികോണിലുള്ള ബലിക്കല്ലും ഭഗവാന്റെ തിടപ്പള്ളിയൊക്കെ കണ്ട് തൊഴുത് ആ ചുവരിൻ്റെ മുകളിൽ താലക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് നേരെ സപ്തമാതാക്കളെയും കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ ഗണേശനെ കാണാം. ഗണേശൻ്റെ അടുത്ത് വരുമ്പോൾ കൊമ്പ് തുമ്പിക്കൈയൊക്കെ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. കിരീടം വെച്ചിട്ടുണ്ട്. അതേപോലെ ഒരു പൗണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ, കുറച്ച് വല്ലാതെ കൂടുതലില്ല. പിന്നെ ധാരാളം പൂക്കളുണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയ്ക്ക് നോക്കുക. സരസ്വതി ദേവിനെ പ്രാർത്ഥിക്കാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അതിനുശേഷം അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ആ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേശാന്തിൻ്റെ അടുത്ത് നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങി വാമനരൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് നേരെ ആനന്ദശായിയായ ആനന്ദപത്മനാഭനെ കാണാം. ഇപ്പോൾ അവിടെ കുറച്ചൊരു താമരമാല ഉണ്ട്, പിന്നെ തുളസിമാലകളും. പിന്നെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴുത് നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിച്ച് മുകളിലേക്ക് നോക്കിയ ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയെ കണ്ട് ഭീഷ്മരുടെ ശരശയ്യൊക്കെ കണ്ട് തൊഴുത് നേരെ നമ്മൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ഭാർഗവരാമനും ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ശ്രീകൃഷ്ണനും ഒക്കെ കണ്ട് തൊഴുത് മുരുകനെയും കണ്ട് തൊഴാം. മുരുകൻ്റെ അവിടെ നിന്ന് ധാരാളം ഭസ്മാഭിഷേകം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.
പിന്നെ അതിന് ശേഷം നമ്മൾ നേരെ ഹനുമാൻ സ്വാമിയെ കാണാം. ഹനുമാൻ സ്വാമിയുടെ അടുത്തുനിന്ന് മാലകളൊന്നും കാണാനില്ല, ഇന്ന് കുറച്ച് കുങ്കുമം മാത്രമേ ഉള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയുധമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അതിനുശേഷം അവിടുന്ന് അങ്ങനെ വന്ന് രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും എണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം തൊട്ടടുത്തുള്ള താമരക്കണ്ണനെയും കണ്ട് തൊഴുത് അവിടുന്ന് കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരും താഴേക്ക് നോക്കിയാൽ മണിക്കിണറും കാണാം. അതേപോലെ ഭഗവാന്റെ നൃത്ത അറയും കിടാവിളക്ക് കണ്ട് തൊഴുത് അടുത്ത അറയിലേക്ക് വന്ന് കുറൂരമ്മയും നാരദരെയും മേൽപ്പത്തൂരിനെയും അതേപോലെ വസുദേവര ഉണ്ണീനെയും കൊണ്ട് പോകുന്ന കാഴ്ചയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങാം. അതിനുശേഷം ഇടത്തരികത്തുകാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. നമ്മുടെ അവിടെ എത്തുമ്പോൾ ഇന്നിപ്പോൾ മുഖത്ത് ഗോളകയാണ്, പിന്നെ താഴത്തൊരു ചുവന്ന പട്ടുണ്ട്, പച്ചപ്പട്ട് മുകളിലും ഉണ്ട്. അങ്ങനെയാണ് കിരീടമൊക്കെ ഉള്ള ഗോളക. ധാരാളം പൂക്കളുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മ കണ്ട് തൊഴുതതിന് ശേഷം ആ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞു നിന്ന് മമ്മിയൂര് പോകുന്നതായിട്ട് സങ്കല്പിച്ച് മമ്മിയൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ മമ്മിയൂരപ്പൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടും. പിന്നീട് നേരെ വന്ന് കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ മത്സ്യാവതാരമൂർത്തിയെ ഒന്നുകൂടി കണ്ടു തൊഴാം. പിന്നീട് നേരെ നമ്മൾ കൂത്തമ്പലത്തിലും വന്ന് തൊഴാം. പിന്നെ അങ്ങനെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വന്ന് അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടുന്ന് പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥ കുളത്തെ പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കിലേക്ക് നോക്കിയാൽ കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ നാരായണാലയത്തിൽ വന്നിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ആ മുരളീധര വിഗ്രഹം കണ്ട് തൊഴുത് ഭഗവതി നടയിലും കിഴക്കേ നടയിലും വന്ന് തൊഴാം. പിന്നീട് തെക്കേ നടയിലേക്ക് എത്തി കൂവളത്തെ പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീദേവിനെയൊക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ട് തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.